ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. HTML-ലെ ജാവാസ്ക്രിപ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച്. അതായത് നമുക്ക് ഒട്ടനവധി ഭാഗങ്ങളിൽ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെബ് പേജിൽ എങ്ങനെ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ചേർത്ത് കൊടുക്കാമെന്നും അതെങ്ങനെ നമ്മുടെ വെബ് പേജിൽ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സിമ്പിളായിട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ var n = 1 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. n എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ 1 എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്വിച്ച് എന്ന് ചേർത്ത് കൊടുക്കുക. ഇവിടെ സ്വിച്ച് ചെയ്യുന്ന വാല്യൂ n ആണ്. ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ n എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഓരോന്നും നമ്മൾ കേസ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്ന് കേസ് എന്നിട്ടതിന് ശേഷം 1 എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്താണോ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ വന്ന് 1 എന്ന് ചേർത്ത് കൊടുത്തു. ഈ ലൈൻസ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ബ്രേക്ക് കൂടി ചേർത്ത് കൊടുത്തു. ഈ ബ്രേക്ക് ചേർത്ത് കൊടുക്കാതിരുന്നാലുള്ള പ്രോബ്ലം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതേപോലെ തന്നെ ഞാനിവിടെ വന്ന് കേസ് 2 എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്താണോ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കും. ഞാനിതിന് 2 എന്നും ചേർത്ത് കൊടുത്തു. ഈ ലൈനും ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇനി അതേപോലെ തന്നെ കേസ് 3 എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ടും അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇതിവിടെ വെച്ച് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നിട്ട് ഇവിടെ വന്ന് 3 എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ ലൈനും ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇതൊന്നും അല്ലെങ്കിൽ അതായത് നമ്മൾ കൊടുത്ത കണ്ടീഷനിൽ കേസ് 1 അല്ല 2 അല്ല 3 അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഡിഫാൾട്ട് എന്ന് ചേർത്ത് കൊടുക്കുക. ഡിഫാൾട്ട് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണോ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ മെസ്സേജ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ ഡിഫാൾട്ടായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എൻ്റേഡ് നമ്പർ ഈസ് അബവ് 3 എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോയ്സ് ആണ് എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഒരിക്കലും ബ്രേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യം വരുന്നില്ല. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമ്മുടെ ഇവിടെ സ്ക്രീനിൽ ഇവിടെ വന്ന് 1 ആണ് പ്രിന്റ് ചെയ്ത് വരുന്നത്. കാരണം നമ്മളിവിടെ കൊടുത്ത വാല്യൂ 1 ആണ്. ഇത് നമ്മൾ 1ന്റെ സ്ഥാനത്ത് നമ്മളിവിടെ 2 ആണ് ചേർത്ത് കൊടുത്തതെങ്കിൽ നമുക്കിവിടെ ആൻസർ 2 ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. നമ്മളിവിടെ കൊടുത്തത് 3 ആണെങ്കിൽ നമുക്കിവിടെ ആൻസർ പ്രിന്റ് ചെയ്ത് വരിക 3 ആയിരിക്കും. ഇനി 3ന്റെ മുകളിൽ ഏത് നമ്പർ നമ്മൾ കൊടുത്താലും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക എൻ്റേഡ് നമ്പർ ഈസ് അബവ് 3 എന്നായിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ കേസ് 1 = 1 തുല്യമാണെങ്കിൽ നമുക്കിവിടെ വന്ന് ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്ത് വരും. ഇനി കേസ് 2 നമ്മൾ കൊടുത്ത നമ്പർ 2 ആണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഈ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. ഇനി നമ്മൾ കൊടുത്ത കേസ് 3 ആണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഈ വാല്യൂ പ്രിന്റ് ചെയ്ത് വരും. ഇനി നമ്മൾ 1 അല്ല 2 അല്ല 3 അല്ലെങ്കിൽ നമുക്കിവിടെ വന്ന് ഡിഫാൾട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ കൊടുത്തത് അതായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ var 8 ശേഷം n എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു അക്ഷരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. r എന്നാണ് നമ്മൾ അക്ഷരം ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്വിച്ച് എന്നിട്ട് കൊടുത്തു. ഓക്കെ, സ്വിച്ച് അതിനുശേഷം നമ്മളിവിടെ വന്ന് n എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കേസ് എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ വന്ന് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കണം. എന്താണോ നമുക്ക് ഡോക്യുമെന്റിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇവിടെ വന്ന് നമ്മൾ റെഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ ഈ ലൈൻ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് അടുത്തതും നമുക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അടുത്തതിന് നമ്മൾ G എന്ന് ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ അടുത്തതിന് നമ്മൾ B എന്നും ചേർത്ത് കൊടുത്തു. ഇവിടെ വന്ന് G എന്നുള്ളതിന് നമ്മളിവിടെ വന്ന് ഗ്രീൻ എന്ന് ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് നമ്മൾ ബ്ലൂ എന്നും ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ ഇതെല്ലാം നമുക്ക് ഇനി നമ്മൾ കൊടുത്തതിൽ ഏതെങ്കിലും എററാണ്, അതായത് നമ്മൾ കൊടുത്ത കണ്ടീഷൻ തെറ്റാണെങ്കിൽ നമുക്കത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇൻവാലിഡ് കളർന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇൻവാലിഡ് കളർ എന്ന് ചേർത്ത് കൊടുത്ത് ഇവിടെ വന്ന് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് റണ്ണ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വന്ന് റെഡ് എന്നായിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. കാരണം നമ്മളിവിടെ R എന്നാണ് കൊടുത്തത്. ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ G ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗ്രീൻ ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. ഇവിടെ വന്ന് നമ്മൾ
ബി ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ബി ആയിരിക്കും ബ്ലൂ ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ വലിയ അക്ഷരം ആറാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഇൻവാലിഡ് കളർ എന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് വേറൊരു കേസ് കൂടി ചേർത്ത് കൊടുക്കുക. കേസ് എന്നിട്ട് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ 6 ഇട്ട് കൊടുക്കുക, സെമി കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ അക്ഷരമോ അല്ലെങ്കിൽ ചെറിയ അക്ഷരമോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കളറ് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ എവിടുന്ന് തൊട്ടിട്ടാണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അത്രയും ഭാഗം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ ബ്രേക്ക് ഒഴിവാക്കുകയാണെന്ന് വെക്ക്. നമ്മൾ ഈ കൊടുത്തതിൻ്റെ എല്ലാത്തിൻ്റെയും ബ്രേക്ക് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിയാൽ നമുക്കിത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ എല്ലാ ആൻസറും നമുക്ക് ഒരേ രൂപത്തിലായിട്ട് പ്രിന്റ് ചെയ്ത് വരും. റെഡ്, ഗ്രീന്, ബ്ലൂ, ഇൻവാലിഡ് കളർ, അങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാം നമുക്കിവിടെ വന്ന് 1 by 1 ആയിട്ട് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്ന് ബ്രേക്ക് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാണോ കൊടുത്തത് ആ കണ്ടീഷൻ അടിസ്ഥാനത്തിൽ വരുന്നത് പ്രിന്റ് ചെയ്തിട്ട് ആ ബ്രേക്ക് എവിടെയാണോ വരുന്നത് അതുവരെയുള്ള ഭാഗം പ്രിന്റ് ചെയ്തിട്ട് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.